അൽഹംദുലില്ലാഹില്ലദീ ഖലഖ മിനൽ മാഇ ബശറ വജഅലഹു നസബൻ വസിഹ്റ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ മഅദിനിൽ അസ്റാർ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം അറിവ് എന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ നേടിത്തരുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മഹാനായ പ്രവാചകന് ഖുർആൻ അവതരിച്ചത് വഹിയിലൂടെ ആയിരുന്നുവെന്നും അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്തത് 5 രീതിക്കായിരുന്നുവെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിൽ 2 നമ്മൾ വിശദീകരിച്ചു. 1 മണിമുഴക്കത്തിൻ്റെ രൂപത്തിൽ, 2 ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന്, 3-ാമത്തേത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ഒറിജിനൽ രൂപത്തിൽ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ട് ഖുർആൻ ഓതിക്കൊടുത്തു. അത് കുറച്ച് തവണ മാത്രമേ സംഭവിച്ചുള്ളൂ, ഏതാണ്ട് 3 തവണ. ജിബ്രീൽ അലൈഹിസ്സലാം 600 ചിറകുകൾ സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിറക് പരത്തി വയ്ക്കുവാൻ ഈ ഭൂഗോളം അപര്യാപ്തമാണെന്ന് പ്രവാചകൻ. ഉദയാസ്തമന സ്ഥാനങ്ങൾ നിറഞ്ഞിരിക്കുമത്രേ ഒരു ചിറക് പരത്തി വെച്ചാൽ. അപ്പോൾ 600 ചിറകുകൾ എന്തായിരിക്കും? എത്ര ഭീമാകാരമായ വലുപ്പമായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുക. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വ ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ. മിഅ്റാജിൻ്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒറിജിനൽ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ടു. സിദ്റത്തുൽ മുൻതഹ എന്ന സ്പേസിനെയും സൂപ്പർ സ്പേസിനെയും വേർതിരിക്കുന്ന മഹാവൃക്ഷത്തിൻ്റെ അരികിൽ വെച്ച്, അവിടെയാണ് സ്വർഗീയ നല്ല ആത്മാക്കളെല്ലാം അഭയം പ്രാപിക്കുന്നത്. അവിടെ വച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുവെന്ന് ഖുർആൻ. ജിബ്രീലിൻ്റെ അത്യത്ഭുതകരമായ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹി സംഭവിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മലക്കാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ മുത്തായിൻ സമ്മ അമീൻ. അള്ളാഹു പറയുന്നു, ജിബ്രീൽ എന്ന മാലാഖ ദൂതനായിട്ടാണ് ഈ ഖുർആൻ പ്രവാചകന് എത്തിച്ചു കൊടുത്തത്. ദീ ഖുവ്വത്തിന് അദ്ദേഹം അതിശക്തനാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശക്തിയും കഴിവും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. ഇൻദദിൽ അർശി മക്കീൻ, അള്ളാഹുവിൻ്റെ സിംഹാസനമായ അർഷിൻ്റെ സമീപത്താണ് അദ്ദേഹം താമസിക്കുന്നത്. മുത്തായിൻ സമ്മ അമീൻ, പൂർണ്ണമായും അള്ളാഹു പറയുന്ന അനുസരിക്കുന്ന വ്യക്തിയാണ്. 100% വിശ്വസ്തനാണ്. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അതേപടി എത്തിക്കും, ഒരു വാക്കിന് പോലും വ്യത്യാസമുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന് കൃത്യമായി അവ എത്തിച്ചു കൊടുക്കുന്നതിൽ യാതൊരു വ്യത്യാസവും വരുത്തുകയുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരു സംഭവം പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു അത്രേ, ജിബ്രീൽ, അങ്ങയ്ക്ക് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും കൽപ്പന അനുസരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പടച്ചവൻ്റെ ഏതെങ്കിലും കൽപ്പന അനുസരിക്കുന്നതിൽ വൈഷമ്യം നേരിട്ടിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ യൂസുഫ് നബിയെ ഒരു തൊട്ടിക്കകത്താക്കിയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. അവർ തൊട്ടി പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട സന്ദർഭത്തിൽ അള്ളാഹു എന്നോട് ആജ്ഞാപിച്ചു, ആ തൊട്ടി താഴെ വീഴുന്നതിന് മുമ്പായിട്ട് താങ്ങുക. ജോസഫിന് യാതൊന്നും സംഭവിക്കരുത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ ഈ കൽപ്പന കിട്ടുമ്പോൾ അർഷിൻ്റെ സമീപത്ത് നിൽക്കുകയാണ്.
കിണറ്റിലേക്ക് താഴെ വീണ തൊട്ടി കിണറ്റിൻ്റെ അടിത്തട്ടിൽ എത്തുന്നതിന് മുമ്പായി ഞാൻ അർഷിൽ നിന്നും പാഞ്ഞു വന്ന് കൊടുങ്കാട്ടിലെത്തി ആ പൊട്ടക്കിണറ്റിലെത്തി ആ തൊട്ടി താങ്ങി നിർത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അനുസരിക്കാൻ ഞാൻ ഏറെ വിഷമിച്ചുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി. അപ്പം അത്ര ശക്തനാണ് ജിബ്രീൽ അലൈഹിസ്സലാം, അത്ര കരുത്തനാണ്. ഏത് കോലവും സ്വീകരിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ള പ്രവാചകനാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ഒറിജിനൽ രൂപത്തിലെത്തി പ്രവാചകന് വഹീ പറഞ്ഞു കൊടുക്കുന്ന രീതി, ഇത് മൂന്നാമത്തെ രീതിയാണ് വഹീ എത്തിച്ചു കൊടുക്കുന്നത്. നാലാമത്തെ ഒരു മാർഗമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഒറിജിനൽ രൂപത്തിൽ വരാതെ അല്ലെങ്കിൽ മനുഷ്യകോലത്തിൽ വരാതെ നേരിട്ട് വരാതെ പ്രവാചകൻ്റെ മനസ്സിൽ തോന്നിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം. പ്രവാചകൻ്റെ മനസ്സിൽ വഹീ തോന്നിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഹീ ഇറങ്ങുമ്പോൾ പ്രവാചകനെടുക്കൽ തേനീച്ചയുടെ മൂളൽ പോലെ ഒരു മൂളൽ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. തേനീച്ചയുടെ മൂളൽ പോലെ ഒരു മൂളൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രത്യേക രീതിക്കൊരു തോന്നിപ്പിക്കലിലൂടെ പ്രവാചകന് വഹീ എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന് വളരെ വ്യക്തമായി അത് മനസ്സിലാകുകയും ചെയ്യുമായിരുന്നു. ചുരുക്കി പറയാം, അഞ്ചാമതായി വഹീ ഇറങ്ങുന്നത് അള്ളാഹുവായിട്ട് നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ. അള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണത്തിൽ പ്രവാചകന് വഹീ കിട്ടുമായിരുന്നു. ഇങ്ങനെ 5 രീതിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീ പ്രവാചകന് എത്തിച്ചു കൊടുത്തത്. ഇസ്രാ മിറാജിൻ്റെ വേളയിൽ അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിന് വഹീ കിട്ടിയത്. രാപ്രയാണത്തിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം മക്കയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ആകാശങ്ങളെല്ലാം താണ്ടി അള്ളാഹു നിശ്ചയിച്ച ദൂരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇനി അങ്ങ് ഒറ്റയ്ക്ക് വേണം യാത്ര ചെയ്യാൻ, എനിക്കിനി അങ്ങോട്ട് വരാൻ നിർവാഹമില്ല, സൃഷ്ടികളിൽ ഒരാളും കടന്നു ചെല്ലാത്ത മേഖലയാണിത്, അതുകൊണ്ട് ഇനിയുള്ള യാത്ര അങ്ങ് ഒറ്റയ്ക്കായിരിക്കണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പേടിച്ചു പോയി. രാത്രി ഉറക്കത്തിൽ വിളിച്ചുകൊണ്ടുപോയി ആകാശ അതിർത്തികൾക്കപ്പുറത്ത് ചെന്ന് എവിടെയോ ഒരിടത്തെത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ എങ്ങനെ പേടിക്കാതിരിക്കും? ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫിഷത്തിഹി റൂബം ഫവദ്ദവ ഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര പറയുകയും ഇനി ഒരടി മുന്നോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞു പോകുമെന്ന് പറയുകയും അള്ളാഹുവിൻ്റെ പ്രവാചകനെ യാത്രയാക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് കൽപ്പന വന്നു, പ്രകാശത്തിൻ്റെ സമുദ്രത്തിൽ അങ്ങൊന്ന് മുങ്ങിക്കുളിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുങ്ങിക്കുളിച്ചു. അതോടെ ഭയവും ആശങ്കയും എല്ലാം മാറി പ്രവാചകന് വല്ലാത്ത ഉന്മേഷവും ഊർജ്ജസ്വലതയും അനുഭവപ്പെട്ടു. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിളിയുണ്ടായി, എൻ്റെ ഹബീബെ എന്നിലേക്ക് അടുക്കുക, എൻ്റെ ഹബീബെ എന്നിലേക്ക് അടുക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നോട്ട് പോയി അള്ളാഹുമായിട്ട് നേരിട്ട് കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. ഇങ്ങനെ 5 നിലയ്ക്ക് വഹി ഉണ്ടാകാം. 1 അള്ളാഹുമായിട്ട് നേരിട്ട് സംഭാഷണം, 2 മനസ്സിൽ തോന്നലുണ്ടാക്കുക, 3 ജിബ്രീൽ അലൈഹിസ്സലാം ഒറിജിനൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക, 4 മനുഷ്യകോലത്തിൽ പ്രത്യക്ഷപ്പെടുക, 5 മണിമുഴക്കത്തിൻ്റെ രൂപത്തിൽ അനുഭവപ്പെടുക. ഇങ്ങനെ 5 നിലയ്ക്ക് വഹി ഉണ്ടായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഖുർആൻ അവതരിച്ചത്. ആ ഖുർആൻ അവതരിച്ചിട്ടാണ് മനുഷ്യനൊരു ദിശ, ഒരു ദിശാനിർണയം, ഒരു ലക്ഷ്യം അള്ളാഹു കാണിച്ചു കൊടുത്തത്. നമുക്ക് നോക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്,
ആയിഷ ബീവി പറയുകയാണ്, ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്, അവ്വലുമാ ബുദിയ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഇയ സ്വാലിഹത്തു ഫിൻ നൗമി. പ്രവാചകൻ പറഞ്ഞ അനുസരിച്ച് അവർ പറയുകയാണ്, പ്രവാചകന് ആദ്യമായി വഹി ഉണ്ടായത് സത്യസന്ധമായ സ്വപ്നങ്ങളിലൂടെയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് വഹിയുടെ തുടക്കം അനുഭവപ്പെട്ടത് റുഇയ സ്വാലിഹ, സത്യസന്ധമായ സ്വപ്നമായിരുന്നു. ഫക്കാന ലാ യറാ റുഇയൻ ഇല്ലാ ജാഅത്ത് മിസ്ല ഫലഖി സുബഹി. പ്രവാചകൻ കാണുന്ന സ്വപ്നം പിറ്റേന്ന് അതേപടി പുലരാൻ തുടങ്ങി. പകലിൽ ആരൊക്കെ കണ്ടുമുട്ടും, ആരുമൊക്കെയായി സംവദിക്കും, സംസാരിക്കും, എല്ലാം രാത്രിയിൽ കാണാൻ തുടങ്ങി. പിറ്റേന്ന് നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങളെല്ലാം ഒരു സ്ക്രീനിലെന്ന പോലെ രാത്രിയിൽ അവിടത്തേക്ക് ബോധ്യം വന്നു തുടങ്ങി, സ്വപ്നത്തിലൂടെ. ഇതായിരുന്നു തുടക്കം. സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഉ. കുറേ നാളങ്ങനെ കഴിഞ്ഞപ്പോൾ പ്രവാചകന് ജനങ്ങളിൽ നിന്നും മാറി ഒരിടത്ത് ഏകാന്തമായി ഇരിക്കണമെന്ന് താല്പര്യം തോന്നി. ഫക്കാന യഖ്ലു ബി ഗാരി ഹിറ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹിറ പർവ്വതത്തിലെ മഹാഗുഹയായ ഗാറ് ഹിറ എന്ന് പറയുന്ന ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആദ്യം കുറേ കാലം സ്വപ്നങ്ങൾ, സത്യസന്ധമായ സ്വപ്നങ്ങൾ. പിന്നീട് ഏകാന്തവാസം, ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം. ഫയതഹന്നസു ഫിഹി വയതസവ്വദു ലിദാലിക സുമ്മ യർജിഉ ഇലാ ഖദീജ ഫയതസവ്വജു ലിമിസ്ലിഹ. പ്രവാചകൻ അവിടെ പോയി അവിടത്തേക്ക് അറിയാവുന്ന രീതിയിൽ ആരാധനകളിലേർപ്പെട്ടു. വിശുദ്ധ മക്കയിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ വടക്ക് കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ജബലുൻ നൂർ, പ്രകാശപർവ്വതം എന്ന പർവ്വതത്തിലെ 1700 അടി ഉയരത്തിലുള്ള ഹിറ എന്ന് പറയുന്ന ഗുഹ, ഏതാണ്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊരു മനുഷ്യന് കയറിപ്പറ്റാവുന്ന മഹാപർവ്വതത്തിൻ്റെ ഉച്ചിയിൽ പ്രകൃതി പ്രവാചകന് വേണ്ടി വണ്ണം ഒരുക്കി കൊടുത്ത ഒരു ഗുഹ. ഞാനവിടെ പോയിട്ടുണ്ട്. ഏകാന്തവാസം നയിച്ച് ഏറെക്കാലം പ്രവാചകൻ അവിടെ കഴിഞ്ഞു. ആ ഗുഹയിൽ ഇന്നും അവിടെ പരിസരത്ത് മനുഷ്യവാസമില്ല, പർവ്വതത്തിൻ്റെ താഴെ മനുഷ്യരുള്ളൂ. അന്ന് താഴെ പോയിട്ട് പരിസരത്തെങ്ങും മനുഷ്യരില്ല, മനുഷ്യഗന്ധമില്ലാത്ത ആ സ്ഥലത്ത്, ആ മലയുടെ ഉച്ചിയിൽ ആ ഗുഹ, പ്രപഞ്ചം പ്രവാചകന് വേണ്ടി ഒരുക്കി കൊടുത്ത പോലെ ഒരു ഗുഹ. ആ ഗുഹയ്ക്കകത്ത് പോയി ഏറെക്കാലം ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്ത് പ്രവാചകൻ കഴിഞ്ഞുകൂടി. കുറച്ച് നാളത്തേക്കുള്ള ഭക്ഷണവും കെട്ടിക്കൊണ്ട് പോകും. ആ ഭക്ഷണം തീരുന്നവരുടെ ഒറ്റയ്ക്കിരിക്കും, ആരുമായും സഹവാസമില്ല. അള്ളാഹുവെ, മാനവകുലത്തിന്, മനുഷ്യ സമുദായത്തിന്, ലോക മനുഷ്യർക്ക് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് വഴി എനിക്ക് കാണിച്ചു തരണേ, പറഞ്ഞു തരണേ എന്നുള്ള ഒരേ ചിന്തയിൽ അവിടെ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും യതസവ്വദു ലിദാലിക സുമ്മ യർജിഉ ഇലാ ഖദീജ. പ്രിയപത്നിയ ഭാര്യയുടെ അടുക്കൽ, ഖദീജ ബിയുടെ അടുക്കൽ എത്തിയിട്ട് വീണ്ടും കുറേ ഭക്ഷണം കൂടി ശേഖരിച്ചിട്ട് വീണ്ടും പോകും. ഇങ്ങനെ കുറേ കാലം പ്രവാചകൻ അവിടെ കഴിഞ്ഞുകൂടി. ഫജാഅഹുൽ മലക്കു. അങ്ങനെ പ്രവാചകൻ ആ ഗുഹയിൽ ഏകാന്തവാസം, ഏകാന്ത ധ്യാനം നടത്തിക്കൊണ്ടിരിക്കെ ഒരു പരിശുദ്ധ റമളാൻ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ പ്രഭാത നമസ്കാരത്തിന് ഏതാണ്ട് 2.5 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുക്കലൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകൻ്റെ മുന്നിലൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപത്തിൻ്റെ കയ്യിലൊരു ലിഖിതവും ഉണ്ടായിരുന്നു. ആ ലിഖിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മാലാഖ പറഞ്ഞു, ഇഖ്റ മുഹമ്മദെ, വായിക്കുക. ഖാല മാ അന ബിഖാരിഇൻ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, എനിക്ക് വായന അറിയില്ല, അതുകൊണ്ട് എന്നെ വായിക്കാൻ നിർബന്ധിക്കരുത്. പക്ഷേ അപ്പോഴും ആ മലക്ക് പറഞ്ഞു, ഇഖ്റ, വായിക്കുക. വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പ്രവാചകനെ ഞാൻ ചുരുക്കി പറയാണ്, 3 തവണ മാലാഖ പിടിച്ചൊന്ന് അമർത്തി. അവിടെ നിന്ന് പറയുന്നു, വാരിയെല്ലുകൾ തമ്മിൽ കോർക്കപ്പെട്ടു പോയി എന്ന് തോന്നിപ്പോയി. അസഹ്യമായ വേദന അനുഭവിച്ചു. 4-ാം തവണയും വായിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല എന്നെങ്ങാനും പറഞ്ഞാൽ, ഇനിയും ഒരിക്കൽ കൂടി പിടിച്ചമർത്തിയാൽ മരിക്കുമെന്ന് തോന്നിപ്പോയ പ്രവാചകൻ ചോദിച്ചു, ഞാൻ എന്താണ് വായിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് വായിക്കേണ്ടത്? എന്താണ് വായിക്കേണ്ടത്?
അവിടെ ഖുർആൻ അവതരിക്കുകയുണ്ടായി. അവിടെ വച്ചാണ് ഖുർആനിൻ്റെ അവതരണം. 114 അധ്യായങ്ങൾ, 30 ഭാഗങ്ങൾ, 6666 വാചകങ്ങൾ, 77,435 പദങ്ങൾ, 3,23,015 അക്ഷരങ്ങളടങ്ങിയ പരിശുദ്ധ ഖുർആൻ ലോകത്തിന് വിസ്മയമായി നിലകൊള്ളുന്ന, ലോകാവസാനം വരെയുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള, ഇന്നും അഭ്യസ്തവിദ്യരെയും ബുദ്ധിജീവികളെയും ആകർഷിച്ച് ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഖുർആൻ. ആ ഖുർആനിൻ്റെ ആദ്യത്തെ 5 വചനങ്ങൾ പ്രവാചകൻ അവതരിച്ച് അങ്ങനെയാണ്. ഞാൻ എന്താണ് വായിക്കേണ്ടതെന്ന് 4ാം തവണ ചോദിച്ച പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹപൂർവം ആ പ്രവാചകനിലേക്ക് ഓതിക്കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പരിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള 5 വാക്യങ്ങൾ അവിടത്തേക്ക് അവതരിക്കുകയുണ്ടായി. ഇതാണ് ഖുർആനിൻ്റെ തുടക്കം. ഇങ്ങനെയാണ് വഹീൻ്റെ ആരംഭം. ഫറജ ബിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജിഫു ഫുആദഹു. അള്ളാഹുവിൻ്റെ റസൂലിന് വഹീ അവതരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ഈ 5 ആയത്ത് പറഞ്ഞു കൊടുത്തിട്ട് അപ്രത്യക്ഷനായി. ആ 5 വചനങ്ങൾ കല്ലിൽ കൊത്തിവെച്ചതുപോലെ പ്രവാചകൻ്റെ നെഞ്ചിലും മസ്തിഷ്കത്തിലും ഉറച്ചു. പ്രവാചകൻ പിന്നെ ആരെയും കണ്ടില്ല, അവിടുന്ന് പേടിച്ചു പോയി, ഭയചകിതനായി. ഇങ്ങനെ നെഞ്ച് കിടന്ന് എർജുഫു ഫുആദുഹു, ഹൃദയം കിടന്നിങ്ങനെ പിടയ്ക്കുകയായിരുന്നു. പ്രവാചകൻ മദീനയിലേക്ക് ഓടി, പ്രവാചകൻ മക്കയിലേക്ക് ഓടി. ഫദഖല അല ഖദീജ, ഓടി ഭാര്യയുടെ അടുക്കൽ, ഖദീജാവിയുടെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിക്കുക, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു, പേടി തോന്നുന്നു, പരിഭ്രാന്തനായി. അള്ളാഹുവിൻ്റെ റസൂൽ പേടിച്ച് ഭയന്ന് പരിഭ്രമചിത്തനായി അവിടെ നിന്ന് ഓടിയെത്തിയിട്ട് പറഞ്ഞു, എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെയാണല്ലോ, ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തെങ്കിലും ഭയം തോന്നിയാൽ പുതപ്പെടുത്ത് തലയിൽ മൂടുകയല്ലേ നമ്മുടെയും രീതി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. ഫസമ്മലൂഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ ഖദീജ റളിയല്ലാഹു തആല ഒരു പുതപ്പിട്ട് മൂടി. ഹത്താ ദഹബ അൻഹു റഉ ഫഅഖ്ബറഹൽ ഖബർ. അള്ളാഹുവിൻ്റെ റസൂലിനെ ഉറക്കി, പ്രിയപ്പെട്ടവനെ സമാധാനമായിട്ട് കിടക്കുക, അള്ളാഹു അങ്ങേക്കൊരു ദോഷം വരുത്തില്ല, ഒന്നും കണ്ട് ഭയപ്പെടണ്ട, ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പ്രവാചകനെ പുതപ്പിട്ട് കിടത്തുകയുണ്ടായി. ഒന്നുറങ്ങി എഴുന്നേറ്റു. പ്രവാചകൻ്റെ ഭയമൊക്കെ മാറിയപ്പോൾ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖദീജയോട് പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി. ഖദീജ, ഞാൻ വല്ലാതെ ഭയന്നു പോയി, വല്ലാത്ത ഒരനുഭവമായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ സന്ദർഭത്തിന് തുയർന്നു. ഭർത്താവ് പേടിക്കുമ്പോൾ ഭർത്താവിനേക്കാളും പേടിക്കുന്ന ഭാര്യയല്ല, മറിച്ച് ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന, സമാശ്വാസം നൽകുന്ന ഭാര്യയായിട്ട് മാറി. അവർ പറഞ്ഞു, കല്ല വല്ലാഹി ലാ യുഹ്സിക അല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹിമ വ തക്സിബുൽ മഅദൂമ വ തഖരിൽ ലൈഫ വ തുഈനു അലാ നവാഇബിൽ ഹഖ് വല്ലാഹി ലാ യുഹ്സിക അല്ലാഹു അബദ. പ്രിയപ്പെട്ടവനെ, ഒരിക്കലും വിഷമിക്കേണ്ട, താങ്കൾക്ക് അല്ലാഹു ഒരു ദ്രോഹവും ഒരിക്കലും വരുത്തില്ല, ഒരു പരീക്ഷണവും തരില്ല. കാരണം താങ്കൾ നന്മകളുടെ മാത്രം ഉടമസ്ഥനാണ്, പാവങ്ങളെ സഹായിക്കുന്നു, എത്രയോ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ താങ്കൾ രക്ഷപ്പെടുത്തുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു. വ തുഈനു അലാ നവാഇബിൽ ഹഖി, പല സന്ദർഭങ്ങളിലും ക്ലേശിക്കുന്നവർക്ക് എല്ലാ താങ്ങ് നൽകി സത്യത്തെ താങ്കൾ സഹായിക്കുന്നു, അതുകൊണ്ട് താങ്കൾക്കൊരു ദ്രോഹവും വരില്ല എന്ന് പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സമാശ്വസിച്ചു. ഭാര്യയുടെ സാന്ത്വനത്തിൽ അവിടുന്ന് വീണ്ടും ഒന്നുകൂടി മയങ്ങി.
എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഖദീജ റളിയല്ലാഹു തആല പ്രവാചകനെയും കൂട്ടിക്കൊണ്ട് അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ വറഖത്ത് ബിൻ നൗഫൽ വകാന ഇംറഅൻ ഖദ് തനസ്സറ ഫിൽ ജാഹിലിയ്യ, അദ്ദേഹം ആ കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിലേക്ക് വന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. വക്കാന യക്തുബുൽ ഇബ്രാനിയ ഫയക്തുബ് മിനൽ ഇഞ്ചീലി മാഷാ അല്ലാഹ്, അദ്ദേഹം ഇഞ്ചീൽ ബൈബിൾ പഠിച്ച് അത് പകർത്തി എഴുതുമായിരുന്നു, അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തുമായിരുന്നു. ഫക്കാന ഷെയ്ഖൻ കബീറ, വയോവൃദ്ധനായിരുന്നു. ഖദ് അമിയ, അന്ധതയും ബാധിച്ചിരുന്നു. ഫഖാലത്ത് ഖദീജ യബ്ന അമ്മി ഇസ്മഉ മിൻ അഖീക, വറഖത്ത് ബിൻ നൗഫലിനോട് ഖദീജ പറഞ്ഞു, അങ്ങ് ദയവായി എൻ്റെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങളൊന്ന് കേൾക്കുക, കേട്ടതിന് ശേഷം എന്താണ് പറ്റിയതെന്ന് പറയുക. ഒറ്റയ്ക്കിരുന്ന് പാതിരാത്രിയിൽ വല്ലതും കണ്ട് ഭയന്നതാണോ, വല്ല പിശാചോ അല്ലെങ്കിൽ ഭൂതമോ വല്ലതുമാണോ, എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് പറയുക. പ്രവാചകൻ അദ്ദേഹത്തോടെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം നിശബ്ദമായിരുന്ന് കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഹാദ അൻ നാമൂസുല്ലദി നസലല്ലാഹു അലാ മൂസ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് മോശ പ്രവാചകന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് അള്ളാഹു നിയോഗിച്ച അതേ മലക്ക് തന്നെയാണിത്, യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ഭർത്താവ് ഈ ഇരിക്കുന്ന മുഹമ്മദ് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ഈ ജനതയ്ക്ക് പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. യാ ലൈതനി ഫീഹാ ജദാ, ഇദ്ദേഹം പ്രവാചകനായി രംഗത്ത് വരുമ്പോഴേക്കും അദ്ദേഹത്തെ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവില്ലല്ലോ, ഞാൻ അതിനു മുമ്പേ മരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഖേദിക്കുകയുണ്ടായി എന്ന് ഹദീസിൽ കാണാം. യാ ലൈതനി ഫീഹാ ജദാ ലൈതനി അകൂനു ഹയ്യനി യുഖ്രിജൂക ഖൗമുക, വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, മുഹമ്മദെ, താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുന്ന ഒരു ദിവസം വരും, അന്ന് എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ നിന്ന് താങ്കളെ സഹായിക്കുമായിരുന്നു. അത്ഭുതത്തോടെ പ്രവാചകൻ ചോദിച്ചു, അവ മുഖ്രിജിയഹും, എന്നെ മക്കക്കാർ പുറത്താക്കുമെന്നോ? മക്കക്കാരുടെ കണ്ണിലുണ്ട് ഞാൻ വിശ്വസ്തനാണ്, ഞാൻ അവരേറ്റവും ആദരിക്കുന്ന വ്യക്തിയാണ് ഞാൻ, എന്നെ ഇവർ പുറത്താക്കുമെന്നോ? അപ്പോഴേക്കും വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ലം യഅ്തി റജുലുൻ ഖത്തു ബി മിസ്ലിമാ ജിഅ്ത ബിഹി ഇല്ലാ ഊദിയ, മുഹമ്മദെ, ഞാൻ എൻ്റെ ഒരു അനുമാനം വെച്ചുകൊണ്ട് പറഞ്ഞതാണ്, താങ്കളെപ്പോലെ മതപ്രവർത്തനവുമായി രംഗത്ത് വന്ന ഒരാൾക്കും ഭീഷണി ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല ഒരു കാലത്തും. താങ്കളെപ്പോലെ വന്നവർക്കെല്ലാം ആ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവസ്ഥ താങ്കൾക്കും ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി. താങ്കൾ പ്രവാചകനായിരിക്കുന്നു, അള്ളാഹു താങ്കളെ ലോകത്തിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മൂസാ നബിയുടെ അടുക്കൽ വന്ന അതേ മലക്കാണ് ഈ വന്നതും, ആ മലക്ക് താങ്കൾക്ക് പ്രവാചകത്വം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പ്രവാചകന് സന്തോഷവാർത്ത കൊടുക്കുകയും അള്ളാഹുവിന് റസൂൽ നബിയാകുകയും ചെയ്തു. ഇതാണ് വഹീൻ്റെ തുടക്കം, ഖുർആനിൻ്റെ തുടക്കം. എങ്ങനെയാണ് ഖുർആൻ, നാം അതാണ് വിശദീകരിച്ചത്. അള്ളാഹു ഇതൊക്കെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.